ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള റിലേകൾ, കപ്പാസിറ്ററുകൾ, OLPകൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും തകരാറുകൾ കണ്ടുപിടിക്കാനും കൂടാതെ പരിഹരിക്കാനും സാധിക്കും എന്നുമാണ്. ഒബ്ജക്റ്റീവ്സ്. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇവയ്ക്ക് പ്രാപ്തരാകും: ഒരു കപ്പാസിറ്റർ ഫിസിക്കൽ ചെക്ക് മെത്തേഡ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഒരു കപ്പാസിറ്റർ സ്പാർക്ക് ടെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഒരു കപ്പാസിറ്ററിന്റെ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഒരു ഓവർലോഡ് പ്രൊട്ടക്ടർ OLP ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഒരു റിലേ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഇനി നമുക്ക് പലതരത്തിലുള്ള റിലേകൾ, കപ്പാസിറ്ററുകൾ, OLPകൾ എന്നിവ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും തകരാറുകൾ കണ്ടെത്താനും കൂടാതെ പരിഹരിക്കാനും ആവശ്യമുള്ള ടൂളുകൾ, എക്യുപ്മെന്റുകൾ കൂടാതെ കൺസ്യൂമബിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൂൾസ്, എക്യുപ്മെന്റ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. സ്ക്രൂ ഡ്രൈവർ 10 മില്ലിമീറ്റർ ടിപ്പ്, 200 മില്ലിമീറ്റർ ലെങ്ത്. കട്ടിംഗ് പ്ലയർ with insulated handle, 200 mm length. Screwdriver set. Clamp meter. FHP compressor. Running capacitor 6 microfarads. Current coil relay. Overload protector OLP. 2 meters of 1 square millimeter lead wire. 2 meters of wire with crocodile clip. Test board fitted with voltmeter and ammeter. ഇനി നമുക്ക് പലതരത്തിലുള്ള റിലേകൾ, കപ്പാസിറ്ററുകൾ, OLPകൾ എന്നിവ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുക, ടെസ്റ്റ് റൺ ചെയ്യുക, ഫിസിക്കൽ ചെക്ക് മെത്തേഡ്. ടാസ്ക് 2. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുക, ടെസ്റ്റ് റൺ ചെയ്യുക, സ്പാർക്ക് ടെസ്റ്റ് മെത്തേഡ്. ഈ ആവശ്യത്തിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ലോ വോൾട്ടേജ് പവർ സോഴ്സ് അല്ലെങ്കിൽ ഒരു ചാർജിംഗ് ടൂൾ ഉപയോഗിക്കുക. ഹൈ വോൾട്ടേജ് സോഴ്സ് കപ്പാസിറ്റർ കേടുവരുത്താനോ അപകടമുണ്ടാക്കാനോ സാധ്യതയുണ്ട്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രവചിക്കാൻ പറ്റാത്ത റിസൾട്ടുകളും സാധ്യതയുള്ള അപകടങ്ങളും ഒഴിവാക്കാൻ കപ്പാസിറ്റർ ടെർമിനലുകൾക്ക് ശരിയായ ഗ്രൗണ്ടിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ടെർമിനലുകളിലേക്ക് പവർ സോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ സ്പാർക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കാര്യമായിട്ടുള്ള സ്പാർക്ക് സൂചിപ്പിക്കുന്നത് കപ്പാസിറ്ററിന് ചാർജ് ഉണ്ട് എന്നാണ്. അതേസമയം ചെറിയ സ്പാർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് ഇല്ലെങ്കിൽ അത് ഡിസ്ചാർജ് ആണെന്നാണ് അർത്ഥമാക്കുന്നത്. സ്പാർക്ക് ടെസ്റ്റിന്റെ സമയത്ത് ടെർമിനലുകളുമായി നേരിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക. ഇലക്ട്രിക്കൽ ഷോക്ക് ഒഴിവാക്കാൻ ഇൻസുലേറ്റഡ് ടൂളുകൾ അല്ലെങ്കിൽ പ്രോബുകൾ ഉപയോഗിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടെസ്റ്റ് ബോർഡ് തയ്യാറാക്കുക. പ്രോബ് A ഒരു കപ്പാസിറ്റർ ടെർമിനലിലേക്കും പ്രോബ് B മറ്റൊന്നിലേക്കും കണക്ട് ചെയ്യുക. കോഡ് വയർ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക. ടെസ്റ്റ് ബോർഡ് കുറച്ച് സെക്കൻഡുകൾ സ്വിച്ച് ഓൺ ചെയ്യുക. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. കപ്പാസിറ്ററിന്റെ ടെർമിനലുകൾ ഷോർട്ട് ചെയ്യാൻ സ്ക്രൂ ഡ്രൈവറിന്റെ പ്ലാസ്റ്റിക് ഹാൻഡിൽ പിടിക്കുക. ഒരു ഇൻഡന്റ് സ്പാർക്ക് ഉണ്ടായാൽ അത് കപ്പാസിറ്റർ സബ്സ്റ്റാൻഷ്യൽ ചാർജ് ഹോൾഡ് ചെയ്യുന്നു എന്നതിന്റെ അപായ സൂചനയാണ്. ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെങ്കിൽ അപകടം തടയുന്നതിനു വേണ്ടി അത് അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഒരു വീക്ക് അല്ലെങ്കിൽ സ്പാർക്ക് ഇല്ലെങ്കിൽ ഇത് കപ്പാസിറ്റർ ഡിസ്ചാർജ്ഡ് ആണെന്നും കൈകാര്യം ചെയ്യാൻ സുരക്ഷിതമാണെന്നും സൂചിപ്പിക്കുന്ന നല്ലൊരു റിസൾട്ടാണ്. ടാസ്ക് 3. ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും. ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ ശരിയായ റെസിസ്റ്ററുകൾ അല്ലെങ്കിൽ ടെർമിനലുകൾക്ക് ചുറ്റും ബ്രിഡ്ജ് ചെയ്യാൻ ഇൻസുലേറ്റഡ് ടൂളുകൾ ഉപയോഗിക്കുക. കൈ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് അതിന്റെ ഡിസ്ചാർജ് വെരിഫൈ ചെയ്യുക.
പവർ സോഴ്സ് ഓഫ് ചെയ്ത് മൾട്ടിമീറ്റർ ഹൈയസ്റ്റ് റെസിസ്റ്റൻസ് സെറ്റിംഗിൽ സെറ്റ് ചെയ്യുക. സാധാരണയായി ഓംസ് എന്നോ അല്ലെങ്കിൽ ഒമേഗ സിംബൽ കൊണ്ടോ രേഖപ്പെടുത്തുന്നു. കപ്പാസിറ്റർ ഡിസ്കണക്ട് ആയതിനു ശേഷം ആക്സിഡന്റൽ ഷോക്കുകൾ ഒഴിവാക്കുന്നതിന് മുഴുവനായി ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്ന് 2 തവണ പരിശോധിക്കുക. കപ്പാസിറ്ററിന്റെ ലീഡുകൾ അല്ലെങ്കിൽ ടെർമിനലുകൾ ക്ലാമ്പ് മീറ്ററിന്റെ ടെസ്റ്റ് കോഡ് ഉപയോഗിച്ച് കുറച്ച് സമയത്തേക്ക് ടച്ച് ചെയ്യുക. ക്ലാമ്പ് മീറ്ററിൽ ഒരു നേരിയ ഇൻസ്റ്റന്റേനിയസ് ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക. അത് സാറ്റിസ്ഫാക്ടറി കപ്പാസിറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലാമ്പ് മീറ്റർ തുടർച്ചയായി ലോ റെസിസ്റ്റൻസ് ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ ഷോർട്ട് ആണെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഒരു നിശ്ചിത സമയത്തിനു ശേഷം ക്ലാമ്പ് മീറ്റർ സ്കെയിലിംഗിന്റെ അവസാനത്തെ ഓയിലേക്ക് നീങ്ങും. കപ്പാസിറ്റർ ഓപ്പൺ ആയാണ് ഇരിക്കുന്നത് എങ്കിൽ ക്ലാമ്പ് മീറ്ററിന് ചലനമുണ്ടാകില്ല. ക്ലാമ്പ് മീറ്റർ ലീഡുകൾ കപ്പാസിറ്റർ ടെർമിനലുകൾ തൊട്ടിട്ട് ക്ലാമ്പ് മീറ്ററിലെ ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യുക. ലീഡുകൾ മാറ്റിയിട്ട് വീണ്ടും തൊട്ടുനോക്കുക. കപ്പാസിറ്റർ തൃപ്തികരമാണെങ്കിൽ ക്ലാമ്പ് മീറ്ററിലെ ഡിഫ്ലക്ഷൻ ആദ്യം പരിശോധിച്ചപ്പോൾ ഉള്ളതിനേക്കാളും 2 മടങ്ങ് അധികമായിരിക്കും. ടാസ്ക് 4. ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് OLP പരിശോധിക്കുക. ഓവർലോഡ് പ്രൊട്ടക്ടർ OLP സാധാരണയായി കംപ്രസറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. കൂടാതെ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ ഹൗസിംഗ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ടാകും. ഓവർലോഡ് പ്രൊട്ടക്ടർ OLP എടുക്കുക. ഒരു ടെസ്റ്റ് ലാമ്പ് ടെസ്റ്റ് ബോർഡിൽ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. ഒരു ലീഡ് ഓവർലോഡ് പ്രൊട്ടക്ടറിന്റെ ടെർമിനൽ 1-ൽ തൊടുക. എന്നിട്ട് മറ്റേത് ടെർമിനൽ 2-ലും 3-ലും തൊടുക. ബൾബ് കത്തുന്നുണ്ടെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ടർ OLP നല്ലതാണ്. ക്ലാമ്പ് മീറ്റർ റെസിസ്റ്റൻസിലേക്ക് സെറ്റ് ചെയ്യുക. ഒരു പ്രോബ് ഓവർലോഡ് പ്രൊട്ടക്ടർ OLP ടെർമിനൽ 1-ൽ തൊടുക. എന്നിട്ട് മറ്റേ പ്രോബ് ടെർമിനൽ 2-ൽ തൊടുക. മീറ്റർ ഇൻഡിക്കേഷൻ നിരീക്ഷിക്കുക. പ്രോബ് 2-ൽ നിന്നും എടുത്തിട്ട് 3-ലേക്ക് തൊടുക. മീറ്റർ ഇൻഡിക്കേഷൻ നിരീക്ഷിക്കുക. ക്ലാമ്പ് മീറ്റർ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ടർ നല്ലതാണ്. ടാസ്ക് 5. റിലേ ചെക്ക് ചെയ്യുക, കൂടാതെ ടെസ്റ്റ് ചെയ്യുക. റിലേകൾ സാധാരണ ചെറുതും മൾട്ടിപ്പിൾ പിന്നുകൾ അല്ലെങ്കിൽ ടെർമിനലുകൾ ഉള്ള ബോക്സ് ഷേപ്പുള്ള കോമ്പനന്റുകളാണ്. റിലേകൾക്ക് സാധാരണ കോയിൽ പിന്നുകളും കൺട്രോൾ സൈഡ്, കോൺടാക്ട് പിന്നുകളും സ്വിച്ച് സൈഡ് ഉണ്ട്. യൂണിറ്റിൽ നിന്നും റിലേ ഡിസ്കണക്ട് ചെയ്യുക. റിലേയിൽ നിന്നും വയറുകൾ മാറ്റുക. ക്ലാമ്പ് മീറ്റർ റെസിസ്റ്റൻസിലേക്ക് സെറ്റ് ചെയ്യുക. ഒരു പ്രോബ് റിലേ കോണ്ടാക്ട് 1-ലേക്കും മറ്റേത് 5-ലേക്കും കണക്ട് ചെയ്യുക. അവയ്ക്കിടയിലെ കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റുകൾ സ്റ്റക്ക് ആയതോ അല്ലെങ്കിൽ ഒന്നിച്ച് വെൽഡ് ചെയ്തതോ ആയിരിക്കും. റിലേ മാറ്റിവെക്കുക. L-നും M-നും ഇടയിലുള്ള കറന്റ് റിലേ കോയിലിന്റെ കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ കോയിൽ ഓപ്പൺ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. റിലേ മാറ്റിവെക്കുക. ടാസ്ക് 6. കറന്റ് കോയിൽ റിലേ പരിശോധിക്കൽ. ഒരു ക്ലാമ്പ് മീറ്ററിന്റെ സഹായത്താൽ 1-നും 2-നും ഇടയിലുള്ള കണ്ടിന്യൂറ്റി പരിശോധിക്കുക. 1-നും 2-നും ഇടയിലുള്ള കണ്ടിന്യൂറ്റി ഓക്കെ ആണെങ്കിൽ കറന്റ് കോയിൽ റിലേയുടെ കോയിലിന്റെ കണ്ടിന്യൂറ്റി ഓക്കെയാണ്. സാധാരണ അവസ്ഥയിൽ 1-നും 2-നും കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടാകും. 2-നും 3-നും ഇടയിലുള്ള കണ്ടിന്യൂറ്റി പരിശോധിക്കുക. സാധാരണ അവസ്ഥയിൽ ഉപയോഗത്തിൽ ഇല്ലാത്തപ്പോൾ 2-ഉം 3-ഉം ഓപ്പൺ ആണെങ്കിൽ 2-നും 3-നും ഇടയിൽ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ റിലേ ഓക്കെയാണ്. റിലേ തലകീഴായി വയ്ക്കുക. 2-നും 3-നും ഇടയിലുള്ള കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ റിലേ ഓക്കെയാണ്. അതിന്റെ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക.
2നും 3നും ഇടയിലുള്ള കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ റിലേ ഓക്കെയാണ്. പ്ലഞ്ചർ മൂവ്മെന്റ് പരിശോധിച്ചിട്ട് ശബ്ദം നിരീക്ഷിക്കുക. റിലേ തലകീഴായി വെക്കുക. പ്ലഞ്ചർ മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. അതിന്റെ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. പ്ലഞ്ചർ താഴേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. ശബ്ദമില്ലെങ്കിൽ റിലേ കേടാണ്. കൂടാതെ റിലേ പ്ലഞ്ചർ ഓപ്പറേഷൻ ഓക്കെ അല്ല. ടാസ്ക് 7. സീരീസ് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് വോൾട്ടേജ് റിലേ പരിശോധിക്കുക. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ടൈപ്പ് റിലേകൾക്കും NCC ഉണ്ട്. നോർമലി ക്ലോസ്ഡ് കോൺടാക്ട്സ്. നോർമലി ക്ലോസ്ഡ് കോൺടാക്ട് പോയിന്റുകൾ NCC. 1നും 2നും ഇടയിലും റിലേ. പ്രഷർ കോയിൽ 2നും 5നും ഇടയിലുമാണ്. റിലേ പോയിന്റ് 1ഉം 2ഉം സാധാരണ ക്ലോസ്ഡ് കോൺടാക്ട് പോയിന്റുകളാണ്. സാധാരണയായി സീരീസ് ലാമ്പ് ഉപയോഗിച്ച് പരിശോധിക്കും. റെസ്പോണ്ട് ലൈറ്റിംഗ്. പോയിന്റ് 1ഉം 5ഉം കോൺടാക്ട് പോയിന്റുകൾ കോളിംഗ് ബെൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അതൊക്കെ സീരീസ് ലാമ്പ് ഉപയോഗിച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ലാമ്പ് ഉപയോഗിച്ച് സീരീസ് പോയിന്റ് 1ഉം 5ഉം പ്രതിനിധീകരിക്കുന്ന പൊട്ടൻഷ്യലുകൾ അല്ലെങ്കിൽ പ്രഷർ കോയിൽ കണക്ട് ചെയ്യുക. എല്ലാം ശരിയായ ക്രമത്തിലാണെങ്കിൽ കോൺടാക്ട് പോയിന്റ് എനർജൈസ് ആവുകയും ബ്രേക്ക് ചെയ്യുമ്പോഴും ഒരു ടിക് ശബ്ദമേ നിങ്ങൾക്ക് കേൾക്കാൻ പാടുള്ളൂ. മുകളിലെ റിസൾട്ടാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ വന്നതെങ്കിൽ റിലേ കോയിലിന്റെ ഫംഗ്ഷനിങ് ഓക്കെയാണ്. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഒരു കപ്പാസിറ്റർ ഫിസിക്കൽ ചെക്ക് മെത്തേഡ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഒരു കപ്പാസിറ്റർ സ്പാർക്ക് ടെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഒരു ഓവർലോഡ് പ്രൊട്ടക്ടർ OLP ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഒരു റിലേ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. നിങ്ങൾക്കെല്ലാവർക്കും പലതരത്തിലുള്ള റിലേകൾ, കപ്പാസിറ്ററുകൾ, OLPകൾ, ഫോൾട്ടുകൾ കണ്ടെത്താനും കൂടാതെ റെക്ടിഫിക്കേഷൻ എന്നിവ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ആവശ്യമായ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.